കേരളത്തിൽ അത്ഭുതകരമായ ഒരു ചരിത്രമുണ്ടാക്കിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഓണ്ടർക്കാടിൽ പ്രാവശ്യം. ഒട്ടേറെ പേർക്ക് പ്രിയങ്കരനാണ്, പക്ഷേ വലിയൊരു ഭൂരിപക്ഷത്തിന് പേടി സ്വപ്നവുമാണ്. അദ്ദേഹം ദീർഘകാലമായി ഇവിടെ സേവനമനുഷ്ഠിക്കുന്നു. ഇടയ്ക്ക് അദ്ദേഹം ഇവിടെ ഇല്ലായിരുന്നു, ഇപ്പോൾ മടങ്ങി വന്നിരിക്കുന്നു. പഴയ ഭീതിയോടെ, പഴയ ബഹുമാനത്തോടെ എല്ലാവരും അദ്ദേഹത്തെ കാണുന്നു. ഓണ്ടർക്കാടിൽ ഇപ്രാവശ്യം ഋഷിരാജ് സിംഗ് IPS. നമസ്കാരം. കേരളത്തിൽ നിന്നും പുറത്തു വന്നിട്ടുള്ള ഒട്ടേറെ ഉദ്യോഗസ്ഥരുണ്ട് കേരള കാഡറിൽ പ്രവേശിച്ച. പക്ഷേ താങ്കൾക്കൊരു പ്രത്യേകതരം ചരിത്രമാണ്. അത് എങ്ങനെയുണ്ടായി? താങ്കൾ ഭീതി കൂടാതെ, ഭയം കൂടാതെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ട് തന്നെ ഭരിച്ചവർക്കും താങ്കളെ ചിലർക്കെങ്കിലും പേടിയായിരുന്നു. മാത്രവുമല്ല, എല്ലാ രീതിയിലും ഇപ്പോൾ താങ്കൾ ട്രാൻസ്പോർട്ട് കമ്മീഷണറായി ജോലി ചെയ്യുന്ന വേളയിൽ പോലും ഇപ്പോൾ പലരും പറയുന്നു വല്ലവരും ഋഷിരാജ് സിംഗ് പിടിക്കും എന്നാണ് പറയുന്നത്. പണ്ട് പോലീസ് പിടിക്കുന്നതേ പറഞ്ഞുള്ളൂ. ഇങ്ങനെയുള്ള ഒരു ഭീതി അല്ലെങ്കിൽ നല്ല ഭീതി, വിച്ച് ഈസ് ഗുഡ് ഫോർ ദ കമ്മ്യൂണിറ്റി, ഈ ഇമേജ് എങ്ങനെ ഉണ്ടായി? MV ആക്ട് വായിച്ചാൽ നമ്മൾ വകുപ്പില്ലാതെ ഒരു പണി ഞങ്ങൾ ചെയ്യില്ല. എല്ലാ കാര്യങ്ങളും വകുപ്പ് അനുസരിച്ചേ ചെയ്യുള്ളൂ. ഞങ്ങളിവിടെ സർവീസിന് വരുമ്പോൾ ഇവിടെ ഞങ്ങൾ നോക്കി ആരൊക്കെയാണ് അന്ന് ജോലി ചെയ്തുള്ള ഉദ്യോഗസ്ഥന്മാർ ആരൊക്കെയാണെന്ന്. ഒന്ന് രണ്ട് ആൾ എനിക്ക് വളരെ ഇഷ്ടം തോന്നി. അവരുടെ ആ ജോലി ചെയ്യാനുള്ള സ്റ്റൈൽ. പിന്നെ ആളുകൾ അവരെ സംബന്ധിച്ച് എപ്പോഴും ഞങ്ങളോട് പറയും, ഞങ്ങളുടെ ഡ്രൈവർമാരും ഗൺമാൻമാരും താഴത്തുള്ള ഉദ്യോഗസ്ഥന്മാർ. നമ്മുടെ ശ്രീ KJ ജോസഫ് സാർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഞാൻ ഗുരുവായിട്ടാണ് കാണുന്നത്. പിന്നെ സുകുമാരൻ നായർ സാർ, അദ്ദേഹം എൻ്റെ DIG കൂടിയായിരുന്നു. അപ്പോൾ ബാക്കി ആളുകളും ജോലി ചെയ്യുന്നു. പക്ഷെ അവരെന്ത് ചെയ്യുന്നു അപ്പോൾ ഞാൻ പിന്നെ അത് പരിശോധിച്ചു, അത് ഞാൻ ആലോചിച്ചു. അപ്പോൾ അവർ പറയുന്നത് അവരോട് കൊടുത്ത ജോലി കൃത്യസമയത്തിൽ ഒന്നും നോക്കാതെ ചെയ്യുക, അതിന് മാത്രമേ ഞങ്ങൾ ചെയ്തുള്ളൂ. അതിനുവേണ്ടി പ്രത്യേകമായി താങ്കൾ പറഞ്ഞ പോലെ ആ രീതിയിൽ തന്നെ ഞാൻ പോകണം അത് വിചാരിച്ചിട്ട് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. യു ജസ്റ്റ് ഡിഡ് യുവർ ജോബ്. അത്രേ ഉള്ളൂ. താങ്കളുടെ കുട്ടിക്കാലത്തേക്കൊന്ന് മടങ്ങിപ്പോവാം. രാജസ്ഥാൻ ബിക്കാനീർ, പാകിസ്ഥാൻ്റെ അതിർത്തിയിലാണ് താങ്കൾ ജനിച്ചത്. താങ്കളുടെ അച്ഛൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമായിരുന്നു, ഇന്ദ്രജിത് സിംഗ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശിക്ഷണം വീട്ടിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ടു വളരുന്ന ഒരു മകന് തോന്നുന്ന ഒരു ശിക്ഷണം, അത് തോന്നിയിട്ടുണ്ടോ? അത് എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? ഗോവിന്ദ് സിംഗ് ദേ ലാൽ ने एता दुनिया कहती शेर दर्द नहीं है इन पे स्पेशल है कि रब दी मेर एता जिंदड़ी रख दे यारा पग दे नाल लपेट सिंह साहब दी ग्रेट सिंह साहब दी ग्रेट सिंह साहब दी ग्रेट सिंह साहब दी ग्रेट. എൻ്റെ ജീവിതം ശരിക്കും പറഞ്ഞാണെങ്കിൽ നമ്മുടെ പോലീസ് സ്റ്റേഷൻ നമ്മുടെ അതിർത്തിയിലൊക്കെയാണ് ഞാൻ ജനിച്ച് വളർന്നത്. കാരണം അച്ഛൻ എവിടെ പോയാലും ഞങ്ങൾക്ക് അതിന് കൂടെ പോകണം. ഒന്നാമത്തെ ക്ലാസ് മുതൽ നമ്മുടെ ഏകദേശം ഒരു വർഷത്തിനേക്കാൾ കൂടുതൽ അദ്ദേഹം ഓരോ സ്ഥലത്തിലും ഇരുന്നിട്ടുമില്ല. അപ്പം ഞാൻ 11 സ്കൂളുകളിലാണ് ഞാൻ പഠിച്ചത്. രാജസ്ഥാനിലെ വിവിധ സ്കൂളുകളിൽ. അത് ബിക്കാനീറുണ്ട്, ഹനുമത്ഗഡ് ഉണ്ട്, ചൂരു, ഇതെല്ലാം രാജസ്ഥാനിൻ്റെ അന്ന് വെസ്റ്റേൺ പാർട്സാണ്. ചൂരു, ബിക്കാനേർ, ഗംഗാനഗർ, ഹനുമാൻഗഡ്, അവർക്ക് എല്ലാ ജില്ലകളാണ്. ഒരു പ്രത്യേകതരം അതെ, ഇത് പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ കിടക്കുന്ന ഒരു പ്രദേശം. പാകിസ്ഥാൻ ഞങ്ങളുടെ തറവാട് വീട്ടിൽ നിന്ന് ഞങ്ങളുടെ തറവാട് വീട് ഒരു 75 കിലോമീറ്റർ ബീക്കാനേറിൽ നിന്ന് പിന്നെയും അന്ന് വെസ്റ്റ് സൈഡിലാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ പാകിസ്ഥാനിൻ്റെ ബോർഡർ 30 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ.
ഇത് ഒരു കാലാവസ്ഥ ഒക്കെ പറഞ്ഞു വെച്ചാൽ അത് നമ്മുടെ ഇവിടെ കേരളത്തിൽ ഇരിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. 50 ഡിഗ്രി ടെമ്പറേച്ചർ ഇന്ന് മുതലല്ല, ഞങ്ങൾ കഴിഞ്ഞ 30-40 വർഷമായിട്ട് അതും ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് പറഞ്ഞാൽ ചിലപ്പോൾ അവർ പറയും, അപ്പോൾ അവർ നമ്മുടെ ഔദ്യോഗികമായിട്ട് ഈ 50 ഡിഗ്രി ആരും കാണിക്കുകയില്ല. പക്ഷേ ഈ നമ്മുടെ പ്രദേശങ്ങളിൽ പോയാൽ അത് 50 ഡിഗ്രി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടാവും. ഇത് രാത്രിയിൽ അതേ സ്ഥലത്തിൽ ഒരു 8 ഡിഗ്രിയോ അല്ലെങ്കിൽ 9 ഡിഗ്രിയോ ചെയ്യും. ഭീകരമായി. ഞാൻ കുറച്ചൊക്കെ ആ ഭാഗത്ത് യാത്ര ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് താങ്കൾ പഠിച്ച ശ്രീഗംഗാനഗറിലും മറ്റും. രാജസ്ഥാൻകാർക്ക് എല്ലാത്തിനും സൗന്ദര്യാത്മകതയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ജയ്പൂരല്ല ജോധ്പൂരല്ല ബിക്കാനീർ അല്ല ജയ്സാൽമീർ. ഉത്സവങ്ങളാണ് എല്ലാ സ്ഥലത്തും ഓരോ കാലഘട്ടത്തിലും. ഇവിടുത്തെ പോലെയല്ല. ഇവിടെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഓണം ഓണത്തിന് നമുക്ക് ആഘോഷിക്കാം. ഇവിടെ എപ്പോഴും ആഘോഷമല്ലേ? അവിടെ ആണെങ്കിൽ ഏത് ജനുവരി മുതൽ ഡിസംബർ വരെ എന്തെങ്കിലും ഒരു ആഘോഷിക്കാനുള്ള ഒരു ഉത്സവങ്ങളൊക്കെ എപ്പോഴും ഇവിടെ കാണും. അത് ഞാൻ വിചാരിച്ചത് അത് വർഷങ്ങൾക്ക് മുമ്പ് ആ ഭൂമിയിൽ അത് മറുഭൂമിയായിരുന്നല്ലോ. അപ്പോൾ എന്തെങ്കിലും അതിൻ്റെ ഒരു ഒരു അന്ന് മൊനോട്ടോണി മാറ്റാൻ അതിനുള്ള ഒരു ശ്രമമായിട്ടാണ് ഞാൻ കാണുന്നത്. അവിടെ എന്തെങ്കിലും നടക്കണ്ടേ. 4 അനുജത്തിമാർ. അവസാനത്തെ 2 അനുജത്തിമാർ ട്വിൻസാണ്. എല്ലാം എന്നേക്കാൾ ഇളയാണ്. ഒരു ഡോക്ടറാണ്. ഒന്നാമത്തെ ഡോക്ടറാണ്, ബിക്കാനേറിൽ തന്നെയാണ്. രണ്ടാമത്തെ ജാലോർ പറഞ്ഞ ഡിസ്ട്രിക്റ്റിൽ അവിടെ കെട്ടിരിക്കുകയാണ്. മൂന്നാമത്തെ ഫരീദാബാദ്, 4മത്തെ ചണ്ഡീഗഡിൽ. പബ്ലിക് സ്കൂളിൽ പഠിച്ചു. പിന്നീട് BA ഹിസ്റ്ററി, MA ഹിസ്റ്ററി, ഗോൾഡ് മെഡലിസ്റ്റ്. എന്തായി ചരിത്രത്തോട് താല്പര്യം തോന്നി? ചരിത്രത്തോട് താല്പര്യം എനിക്കത് ഇഷ്ടമാണ്. അത് നമ്മുടെ ബാല്യകാലം മുതൽ എനിക്ക് എവിടെ പോകുകയാണെങ്കിലും അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് പഠിക്കണം. എനിക്ക് വലിയ ഹോബിയായിട്ട് അത് നേരത്തെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സമയം വരുമ്പോൾ ഞാനത് ഒരു സബ്ജക്റ്റായിട്ട് എടുത്തു. അത് മാത്രമല്ല UPSC എക്സാമിലും ഞാൻ ചരിത്രം ആ സമയത്തിന് 2 ഓപ്ഷണൽ സബ്ജക്ട്സ് ഉണ്ടായിരുന്നു. അതിൽ ഒരു സബ്ജക്റ്റ് ഞാൻ ഹിസ്റ്ററി ആയിട്ടാണ് ഞാൻ എടുത്തത്. എനിക്ക് ഇഷ്ടമാണ്. കുറച്ചു കാലം പഠിപ്പിക്കുകയും ചെയ്തു ആസ് എ ലെക്ചറർ. ഒരു വർഷം ഒരു ലീവ് വേക്കൻസി വന്നു ഒരു കോളേജിൽ, സ്വകാര്യം കോളേജിൽ. അവിടെ അപ്ലൈ ചെയ്തു, കിട്ടി. 84 സർവീസ് എക്സാം എഴുതി. 85 മിസോറിയിൽ ജോയിൻ ചെയ്തു. കേരള എങ്ങനെ ഉണ്ടായി? അത് ഞങ്ങളെ അവർ കാർഡ് ചോദിക്കാറില്ല. അവർ ഇപ്പോൾ സിസ്റ്റം ഒരുപാട് മാറിയിട്ടുണ്ട്. ഈ 2008 ശേഷമൊക്കെ എല്ലാം മാറിയിട്ടുണ്ട്. ഞങ്ങളുടെ കാലത്തിൽ അവർ പറഞ്ഞാണെങ്കിൽ ഒന്നാമത്തെ ആ സംസ്ഥാനം നിന്ന് ആരും നമ്മൾ ഒന്നാമത്തെ നമ്പറിലാണെങ്കിൽ ഇയാൾക്ക് നമ്മുടെ വേക്കൻസി അനുസരിച്ച് നമ്മുടെ സ്വന്തം സ്റ്റേറ്റ് കിട്ടും. പക്ഷെ ഒന്നാമത്തെ നമ്പറിൽ താങ്കൾ വന്നില്ലെങ്കിൽ രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ ആണെങ്കിൽ പിന്നെ അവർ ഒരു സൈഡിൽ എല്ലാ സംസ്ഥാനങ്ങളുടെ പേരെഴുതും. അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ റാങ്ക് വൈസ് എല്ലാ കുട്ടികളുടെ പേരെഴുതും. അപ്പോൾ അവർക്ക് ഇതൊരു രണ്ടമായിട്ടായിട്ട് നമ്മുടെ കിട്ടുക. അപ്പോൾ എനിക്ക് കേരള കിട്ടി, എനിക്ക് തൊട്ട് മുമ്പിലുള്ള ആണ്ട് മധ്യപ്രദേശ് കിട്ടി. ആ രീതിയിലാണ് അവർ ആൽഫബറ്റിക്കലിയാണ്. ഇല്ല, കേരളം കിട്ടിയതിൽ വിഷമമുണ്ടോ? എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഈ രീതിയിലൊക്കെ ജോലി ചെയ്യാനൊക്കെ എവിടെ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് കേരളത്തിലെ ഇവിടെ ജോലി ചെയ്യാൻ ഒരു കുഴപ്പമില്ല. ആരുടെ ആരുടെ തടസ്സമില്ല. നാട്ടുകാർക്ക് സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ജോലി എങ്ങനെ ചെയ്തു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഒരു തടസ്സവും ഇല്ല. നമ്മൾ എന്ന് വേണമെങ്കിൽ ചെയ്യാം. കാര്യം നല്ലതാണെങ്കിൽ പിന്നെ ഒരു നാട്ടുകാർ അവർക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ അവർ ധാരാളം ആളുകൾ അവർ നല്ല ഡ്യൂട്ടി ചെയ്തു അവരെ പറയാറുമുണ്ട്. അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ഒരു ഉദ്യോഗസ്ഥർക്ക് എന്ത് വേണം? ഇപ്പോൾ ഒരു ധീരനായ പോലീസ് ഉദ്യോഗസ്ഥന് നമുക്ക് കേരളത്തിന് കിട്ടിയിട്ടുണ്ട്, ഋഷിരാജ് സിംഗ്. അദ്ദേഹം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിലും നമുക്ക് സാമൂഹികമായിട്ട് ചിലപ്പോൾ തിന്മ ചിന്തിക്കുന്നവർക്ക് അത് തെറ്റാണ് എന്ന് തോന്നിയെന്ന് വരാം. പക്ഷെ അതിൻ്റെ പേരിൽ
ആരെങ്കിലും അദ്ദേഹത്തെ ക്രൂശിക്കാൻ ശ്രമിച്ചാൽ ഒരു കാരണവശാലും അത് പ്രോത്സാഹിപ്പിക്കും. सिंह साहब दी ग्रेट, सिंह साहब दी ग्रेट, सिंह साहब दी ग्रेट, सिंह साहब दी ग्रेट. ആറ്റിങ്ങലിലായിരുന്നു ആദ്യത്തെ പോസ്റ്റിംഗ്. ASP ഒരു ജോലി ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരു 3 മാസം ഒരു SHO ആയിട്ട് ഒരു സ്റ്റേഷനിൽ ഇരിക്കണം. വാട്ടിങ്ങലിലായിരുന്നു ആദ്യത്തെ. പിന്നീട് പുനലൂർ, ASP ആയിട്ട് അതായത് നെടുമങ്ങാട്, കണ്ണൂർ. കണ്ണൂർ എത്ര കാലം ഉണ്ടായിരുന്നു? കണ്ണൂർ ഒരു കുറച്ച് സമയം കൊണ്ട് 1.5 മാസം അവിടെ ജോലി ചെയ്യാൻ പറ്റിയുള്ളൂ. പിന്നീട് ട്രിവാൻഡ്രം സിറ്റി, DCP ട്രിവാൻഡ്രം സിറ്റി, കോഴിക്കോട് 2 വർഷം. പിന്നെ കോഴിക്കോട് കമ്മീഷണർ, കൊച്ചി കമ്മീഷണർ, കോട്ടയം SP. കോട്ടയം SP. ഈ അനുഭവങ്ങളിൽ ഏത് സ്ഥലം ഇഷ്ടം? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 8-9 ജില്ലയിൽ എനിക്ക് ജോലി ചെയ്യാൻ സാധിച്ചു. ആലപ്പിയിലൊക്കെ 1-2 പ്രാവശ്യം ഒരു അഡീഷണൽ ചാർജും എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ജില്ലകളും ഒരു നല്ല എനിക്ക് നന്നായിട്ട് തോന്നിയുള്ളൂ. എന്താ പറയുക, മുഖം നോക്കാതെ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. അങ്ങനെ ഒരു ഇമേജും കൂടി ഉണ്ടായി. ആ സമയത്തിൽ നന്നായിട്ട് ഡ്യൂട്ടി ചെയ്ത ഓഫീസർമാരുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി മനസ്സിലാക്കുകയും ചെയ്തു. അതുപോലെ ഞാൻ ആവർത്തിക്കാൻ ശ്രമിച്ചിട്ട് മാത്രമേ ഉള്ളൂ. വളരെ വളരെ വിനയത്തോടെയാണ് പറയുന്നത്. എല്ലാ ഗുരുക്കന്മാർക്ക് അർപ്പിക്കുന്നു. 99 മുതൽ 2004 വരെ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ SPGൻ്റെ ഭാഗമായി അനുഭവങ്ങളൊന്ന് പറയും. അതൊക്കെ വളരെ ഞങ്ങൾക്ക് 3 മാസം പിന്നെ ട്രെയിനിങ്ങൊക്കെ ആയിരുന്നു. 3 മാസത്തിന് ട്രെയിനിങ് എന്ന് പറയുന്നത് അവർ ദിവസേന 10 കിലോമീറ്റർ ഒക്കെ ഓടണം. അവസാനത്തെ ഒരാഴ്ച ഔട്ട്ഡോർ ട്രെയിനിങ് ഒക്കെയാണ്. അതിനകത്ത് 40 നമ്മുടെ മാരത്തോൺ പോലെയൊക്കെ ഓടുക, പിന്നെ ഈ നമ്മുടെ ഈ കരാട്ടയൊക്കെ പഠിക്കുക, ഫിസിക്കൽ ഫിറ്റ്നസ്സൊക്കെ ആണെങ്കിൽ. അപ്പോൾ നമ്മൾ പ്രൈം മിനിസ്റ്ററെ രക്ഷിക്കാനുള്ള ആളുകളും ഫിസിക്കൽ ഫിറ്റ്നസ് അവർക്കായില്ലെങ്കിൽ പിന്നെ അവരെങ്ങനെ പ്രൈം മിനിസ്റ്ററെ രക്ഷിക്കും? ആ രീതിയിലാണ്. അപ്പോൾ അതൊരു നല്ല അനുഭവമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ പല നമ്മുടെ പുറത്തൊക്കെ പോകേണ്ടി വന്നു. അവരുടെ ഫോഴ്സുകളും ഞാൻ കണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരു അമേരിക്കൻ സീക്രട്ട് സർവീസിനെ വിട്ടിട്ട് ബാക്കി ലോകത്തിൽ ഏറ്റവും നല്ല ഫോഴ്സ് 5 കൊല്ലത്തോളം താങ്കൾ അവിടെ ഉണ്ടായിരുന്നു അല്ലേ? 5 വർഷം. അതിനുശേഷം 2004 നിങ്ങൾ വീണ്ടും കേരളത്തിൽ വന്നു. ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് സംഭവിച്ചത്? താങ്കളുടെ 5 വർഷത്തിന് ഞങ്ങൾക്ക് ഡെപ്യൂട്ടേഷനിൽ പോകുന്നത് ആദ്യമായിട്ട് ഓർഡർ ഇറങ്ങുന്നത് 5 വർഷത്തിന് വേണ്ടി മാത്രമേ ഉള്ളൂ. അപ്പോഴേക്ക് മടങ്ങി കേരളത്തിലേക്ക്. അതിനുശേഷം അത് ചിലപ്പോൾ 6 വർഷം വരെ ഇരിക്കാം, ചിലപ്പോൾ 7 വർഷം വരെ ഇരിക്കാം. പക്ഷേ ഞാൻ 5 വർഷം ശേഷം വന്നു. ഇവിടെ വന്നിട്ട് വിവിധ ചുമതലകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, പിന്നെ ക്രൈം IGP ബറ്റാലിയൻ, ക്രൈം ബ്രാഞ്ച്. ആ അനുഭവങ്ങളൊന്ന് പറയും. അന്നാണ് താങ്കൾ കൂടുതൽ അത് സന്തോഷമുണ്ട്. കാരണം ഈ IGP ആംഡ് പോലീസ് ബറ്റാലിയനിൽ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഈ പോലീസ് ഫോഴ്സിൽ ആംഡ് പോലീസ് ബറ്റാലിയനിലെ ഓഫീസർമാരുടെ പ്രൊമോഷൻ കുറേ വർഷങ്ങളായിട്ട് നടന്നില്ലായിരുന്നു. അത് അന്നത്തെ ഞങ്ങളുടെ ADGP പൊന്നൂർ സാറും പിന്നെ ഗവൺമെൻറ്റൊക്കെ സഹായിച്ചു. അത് അവരോട് ഞാൻ ചർച്ച ചെയ്തിട്ട് ഒക്കെ ഒരു പദ്ധതി ഉണ്ടാക്കി. അത് ഗവൺമെൻറ് അപ്രൂവ് ചെയ്തു. ഒരു 500ഓളം ആളുകൾക്ക് ഒരാഴ്ചയിലൊക്കെ പ്രൊമോഷൻ തരാൻ സാധിച്ചു. അതിനെ സംബന്ധിച്ച് എനിക്ക് വളരെ സന്തോഷമുണ്ട്. 2008 വീണ്ടും പോകുന്നു CBI ഡെപ്യൂട്ടേഷൻ. ഒരു 4 വർഷം 9 മാസം ഞാൻ ബോംബെയിലായിരുന്നു. ബോംബെയിൽ പിന്നെ 3 മാസം ഒരു ചുരുക്കക്കാലത്തിൽ ഭോപ്പാലിലേക്ക് പോകേണ്ടി വന്നു. അതും ഒരു നല്ല ഏജൻസിയാണ്. നല്ല പ്രൊഫഷണൽ ഒരു അന്വേഷണമൊക്കെ പഠിക്കുകയാണെങ്കിൽ അതൊക്കെ ഒരാൾ ഒരു IPS ഉദ്യോഗസ്ഥർ ഒരു പ്രാവശ്യമെങ്കിലും CBIയിൽ ജോലി ചെയ്യണം. You have done a lot of effective interventions in Kerala as directed by the government. അല്ലേ? അതിൽ നിങ്ങൾ അതിനു മുമ്പ് തന്നെ ഈ ഒട്ടേറെ പേര് നിങ്ങൾ ഓർക്കുന്നത് നിങ്ങൾ ഈ വേഷം മാറി നടന്നിട്ട് ആൾക്കാരെ പിടിക്കുന്ന ഒരു സമ്പ്രദായം. ഞാനൊരു IGP ട്രാഫിക് അഡ്വൈസറി അങ്ങനെ പറഞ്ഞിട്ടൊരു പോസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ DG ഹോർബിസ് തരകൻസൻ എന്നോട് പറഞ്ഞു, ഈ ഹൈവേ പെട്രോളിൽ കുറേ നമ്മുടെ പരാതികളൊക്കെ ഉണ്ട്, അതൊന്നും നോക്കണം. രാത്രിയിൽ ഒന്ന് പോയി നോക്കി
അത് മാത്രമേ ഉള്ളൂ. അതിന് അത്രയും വലിയ കാര്യമായിട്ട് എടുക്കാനുള്ള ഇല്ല, ആവശ്യം എന്തേലും വേഷങ്ങളായിരുന്നു ഞാൻ കണ്ടിട്ടില്ല. ഒന്നുമില്ല. നമ്മൾ ഒരു മഫ്തിയിൽ പോയാലും അതൊരു വേറെ വേഷമല്ലേ. താങ്കളുടെ മീശയൊക്കെ വളരെ എളുപ്പത്തിൽ മനുഷ്യർ മനസ്സിലാക്കുന്ന ഒരു മീശയാണ്. താങ്കൾ നടക്കുന്ന രീതിയും ഒക്കെ എല്ലാവർക്കും പരിചിതമാണ്. അങ്ങനെ ഒന്നുമില്ല. രാത്രിയിൽ ഒരു മഫ്തിയിൽ പോയ കാര്യം സത്യമാണ്, അത്രേ ഉള്ളൂ. ഇവിടെ ഈ റെയ്ഡുകൾ നടത്തിയല്ലോ വൈദ്യുതി ബോർഡിലിരുന്നപ്പോൾ. ഞങ്ങൾക്ക് ഈ പിഴ കൊണ്ട് ഒരു 300ഓളം കോടി രൂപ നമ്മൾ പിഴ ആയിട്ട് ഞങ്ങൾക്ക് ഗവൺമെൻറ് ഓഫ് കേരള വിചാരിക്ക് തരാൻ സാധിച്ചു. അപ്പോൾ അതിനകത്ത് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, അത് വളരെ ഒരു ഗൗരവമായ ഒരു കാര്യമാണ്. ഇത് മോഷണം ഞങ്ങൾക്ക് പിടിച്ചത് പാവപ്പെട്ടവർക്ക് വീട്ടിൽ നിന്നല്ല. ഈ റെസ്റ്റോറൻറ്റുകൾ, സിനിമ ഹാളുകൾ, ആശുപത്രികൾ, പിന്നെ ഒരു വലിയ നമ്മുടെ വീടുകൾ. ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയല്ല ആളുകൾ നമ്മുടെ വിദ്യുത് മോഷ്ടിക്കുന്നത്. അപ്പം മിഡിൽ ക്ലാസ് അവിടെ നിന്ന് ഞങ്ങളുടെ കേസൊന്നും എന്നോട് മോഷണത്തെ കേസ് ഞങ്ങൾക്ക് പിടിക്കാൻ സാധിച്ചിട്ടുമില്ല. അത് അങ്ങനെ ഒരു മോഷണം ഞാൻ കണ്ടിട്ടേ ഇല്ല. എല്ലാം നമ്മൾ പിടിച്ചത് ഒരു വീട്ടിൽ ഒരു 5-6 AC-ലുള്ള വീടുകളിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ റെസ്റ്റോറൻറ്റ്, സിനിമ ഹാൾ, നമ്മുടെ മാളുകൾ, അവിടെ നിന്നാണ് കൂടുതൽ. ഇപ്പോൾ താങ്കൾ മടങ്ങിയെത്തിയിരിക്കുന്നു. ട്രാൻസ്പോർട്ട് കമ്മീഷണർ താങ്കൾ ഉടനെ തന്നെ താങ്കളുടെ സാന്നിധ്യം വെളിപ്പെടുത്തി. ഫൈൻ കൂട്ടി അല്ലേ? ഫൈന് ഇതുവരെ ഫൈൻ പണ്ട് 300 കോടി, ഇപ്പോൾ അതനുസരിച്ചിട്ട് അത് വൈദ്യുതി ബോർഡ്. ഇനിയിപ്പോൾ KSRTCക്ക് എത്ര കിട്ടും എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. KSRTC വരെയാണ്. അല്ല, അത് മോട്ടോർ വിഭാഗം വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൽ പോവുള്ളൂ. അല്ല, അത് ഈ ഒരു ഗുരുതരമായ ഒരു സാഹചര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ. ഇതിന് മേജർ ഇഷ്യൂ പറഞ്ഞു വെച്ചാൽ ആളുകൾ കൂടുതൽ മരിക്കുക. ഒരു 39,000 സ്ക്വയർ കിലോമീറ്റർ ഏരിയ മാത്രം നോക്കുകയാണെങ്കിൽ ലോകത്തിൽ എവിടെ നോക്കിയാലും 39,000 സ്ക്വയർ കിലോമീറ്റർ അമേരിക്കയിൽ നോക്കിയാലും ഇല്ലെങ്കിൽ ഇന്ത്യയിൽ വേറെ സംസ്ഥാനങ്ങളിൽ നോക്കിയാലും ഇത്രയും മോർട്ടാലിറ്റി ഇല്ല. അവന് ഇത് 2 മണിക്കൂറിൽ ഒരാൾ മരിക്കുക. 4,200 ആളാണ് കഴിഞ്ഞ പ്രാവശ്യം മരിച്ചത്. അത് കേരളത്തിൻ്റെ ചരിത്രത്തിലാണ് ആദ്യമായിട്ട് ഇത്രയും കൂടുതൽ ആളുകൾ മരിച്ചത്. പണ്ട് ഈ കഴിഞ്ഞ 3-4 വർഷത്തിൽ ആ ഫിഗർ 3000 ആയിരുന്നുള്ളൂ. ഇപ്പോൾ 4000-മായി. ഈ രീതിയിൽ പോയാൽ 5000 കടന്നു പോകും. ഇവിടെ 23 പരാതികൾ ഉണ്ടായിരുന്നു. കൂടുതൽ പരാതികൾ പാരലൽ സർവീസിനെ സംബന്ധിച്ചാണ്. നമ്മുടെ ട്രാൻസ്പോർട്ട് ഞങ്ങളൊരു പ്രപ്പോസലായിട്ട് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ശ്രീ ആരടൻ മുഹമ്മദ് സാറിനോട് ഒരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അത് അംഗീകരിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 90 ക്യാമറകൾ ഞങ്ങൾ മണ്ണുത്തി മുതൽ മഞ്ചേശ്വരം വരെ ഇപ്പോൾ വയ്ക്കാൻ പോവുകയാണ്. അതിൻ്റെ നടപടികൾ തുടങ്ങി. ഏകദേശം 90 ക്യാമറ ആണ്. 250 300 കിലോമീറ്ററാണ്. ഒരു ഏകദേശം 4 കിലോമീറ്ററിൽ ഒരു ക്യാമറ വരും. ഇതിൽ 3-4 കാരണങ്ങളാണ് പ്രധാനമായി പറയപ്പെടുന്നത്. റെക്ലെസ് ഡ്രൈവിങ്, അശ്രദ്ധയോടെ ഓടിക്കുക, അല്ലെങ്കിൽ അഹങ്കാരത്തോടെ ഓടിക്കുക, മറ്റൊന്ന് മദ്യപിച്ച വണ്ടി ഓടിക്കുക. ഇങ്ങനെ പിന്നെ ഇതിനെക്കുറിച്ച് ഒരു പുച്ഛം, ഈ ഫൈനിനെ കുറിച്ച് കണക്ക് പറയുന്നത് 2 തരത്തിലുള്ള രീതിയിലാണ് ഈ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഒന്ന് ആളുകളുടെ അശ്രദ്ധ കൊണ്ട്. അപ്പോൾ അശ്രദ്ധ കൊണ്ടാണ് ഇത് 90% അപകടങ്ങൾ ഉണ്ടാകുന്നത്. ബാക്കി 10%-ത്തിനാണ് വാഹനത്തിൻ്റെ ദശ, മോശമായ ദശ, റോഡിൻ്റെ ഒരു മോശമായ ദശ, ആ രീതിയിലൊക്കെ ആവാം. അതിന് മാത്രമുള്ള റോഡുകളൊന്നും നമുക്കില്ല. അല്ല, ഈ ഓവർ സ്പീഡിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ഓവർ സ്പീഡിൻ്റെ കാര്യം പറയുമ്പോൾ ഓവർ സ്പീഡ് 100 കിലോമീറ്ററിൻ്റെ മേളിൽ മാത്രം വണ്ടി ഓടിച്ചാലേ ഓവർ സ്പീഡ് ആവുള്ളൂ. അങ്ങനെ ധരിക്കരുത്. റാഷ് ഡ്രൈവിംഗും അല്ല ഞാൻ പറയാം. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത് അത് ചിലപ്പോൾ താങ്കൾ വിശ്വസിച്ചില്ലായിരിക്കാം. പക്ഷേ കണക്ക് പറയുന്നത് 10 മണി മുതൽ ഉച്ചയ്ക്ക് രാവിലെ 10 മണി മുതൽ 12 മണി വരെ, ഒരു വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ ഓഫീസിൽ വരുന്നതും പോകുന്ന സമയം. അതെ, അപ്പോൾ താങ്കളൊക്കെ ചോദിക്കാം, ആ സമയത്തിലാണല്ലോ വാഹനങ്ങളുടെ ആ സ്പീഡൊക്കെ ഏറ്റവും കുറഞ്ഞത്. പിന്നെ എങ്ങനെ ഒരു അപകടം നടന്നു? അതായത് ഒരു 20 km/h സ്പീഡിൽ പോയ സമയത്തിൽ 40 km ആയിട്ട് ഓരോ ആൾ വണ്ടി ഓടിയാൽ അത് ഒരു ഓവർ സ്പീഡാണ്. അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ മരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ റോഡിൽ ഉണ്ടായ സമയത്തിലാണ്. അത് മനസ്സിലാക്കണം.
അതുകൊണ്ടാണ് രാത്രിയിൽ ഇവർ വേറെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അപ്പോൾ കൂടുതൽ വാഹനങ്ങൾ റോഡിൽ ഉണ്ടായ സമയത്തിൽ കൂടുതൽ അപകടങ്ങൾ. താങ്കൾ കുറേ ലൈസൻസുകൾ റദ്ദാക്കി, അതെ, ബസ്സുകളുടെയും. ഇവിടെ ലൈസൻസ് ഇല്ലാതെ ഓടിക്കുന്ന ഒട്ടേറെ ഓട്ടോറിക്ഷകളുണ്ട്. ഓട്ടോറിക്ഷയുടെ കാര്യമൊക്കെ പറയുമ്പോൾ അത് ചിലപ്പോൾ ലൈസൻസ് ഇല്ലാത്തേ അവരില്ലായിരിക്കാം. ചിലപ്പോൾ ഒരു ഉദാഹരണത്തിൽ വെളുപ്പിൻശാലോ ഇല്ലെങ്കിൽ നെടുമങ്ങാടോ ഇല്ലെങ്കിൽ നമ്മുടെ മംഗളപുരം ആ സ്റ്റാൻഡിൽ ഓടാൻ വേണ്ടി എടുത്ത ലൈസൻസുകാരൻ ചിലപ്പോഴായിരിക്കും അവിടെ ഓടാത്ത നമ്മുടെ സിറ്റിയിൽ ഓടുന്നത്. അതൊരു ആ രീതിയിലൊക്കെ വേണമെങ്കിൽ വരാം. പക്ഷേ ഈ കുട്ടികളുടെ കാര്യമാണ് എനിക്ക് നമ്മുടെ കൂടുതൽ ആളുകൾ മരിക്കുന്നത് ഈ എല്ലാ മരണത്തിൽ. ഇതെല്ലാം 70% ആളുകൾ ഈ 20 വയസ്സ് മുതൽ 40-45 വയസ്സുള്ള ആളുകളാണ്. അപ്പോൾ മരണത്തിൽ ഒരു 70% ആളുകൾ മരിക്കുന്നതിന് 2 വീലേഴ്സ് ഈ നമ്മുടെ 50% ആളുകൾ മരിക്കുന്നത് 2 വീലേഴ്സ് കാരണമാണ്. അപ്പോൾ ഈ ഹെൽമെറ്റ് മാത്രം വച്ചാൽ ഈ 50% മരണങ്ങൾ നമുക്ക് ഒഴിവാക്കാം. അവർ നമ്മുടെ മെഡിക്കൽ ഡോക്ടർമാർ പറയുന്നത് മരണത്തിൻ്റെ കാരണങ്ങളിൽ 70% ഹെഡ് ഇഞ്ചുറി മാത്രമാണ്. അപ്പോൾ ഹെഡ് ഇഞ്ചുറി ഒഴിവാക്കിയാൽ നമുക്ക് എത്രത്തോളം നമ്മുടെ മരണങ്ങൾ കുറവാകും. കുട്ടികളോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ RTOമാർ ഇപ്പോൾ വളരെ വേഗമുള്ള വണ്ടികളുണ്ട്, എത്ര വേഗത്തിൽ ഓടിക്കാവുന്ന. അതിന് മത്സരമുണ്ട്. ഒരു 10 കിലോമീറ്റർ ഞാൻ ഇത്ര സമയത്തിനകം എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് സിറ്റിക്കകത്ത് തന്നെ. എന്തായാലും താങ്കൾ ഈ കൃത്യസമയത്ത് ഇവിടെ കേരളത്തിൽ ഈ പ്രശ്നം അതീവ ഗുരുതരമായി തുടങ്ങുന്ന കാലത്ത് ഇവിടെ എത്തിയ വളരെ നന്നായി. എൻ്റെ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. കഴിഞ്ഞ വർഷം 4200 ആൾ മരിച്ചു. ഈ വർഷം ഈ ഫിഗർ നമ്മുടെ നമ്മുടെ ആളുകളുടെ മരണസംഖ്യ 4000 വരെ പോകാൻ പാടില്ല. ആ രീതിയിൽ മാത്രം ഞാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ അത് ഒരു രീതിയിൽ മാത്രമല്ല, എല്ലാ രീതിയിലും ശ്രമിച്ചാലേ ഈ മരണസംഖ്യ കുറയുകയുള്ളൂ. ഭാര്യ ഇവിടെയുണ്ടോ, നാട്ടിലാണോ? ഭാര്യ അല്ല, അവിടെ ഉണ്ട്, ബോംബെയിലും ഉണ്ട്. അടുത്ത മാസം വരും. ദുർഗേശ്വരി സിംഗ്, അവർക്ക് അന്വേഷണം അറിയിക്കുക. മകൻ ഛത്രസാൽ സിംഗ്, അതയാൾ കാനഡയിൽ പഠിച്ച ശേഷം ഇവിടെ വന്ന് 3D ആനിമേഷൻ ഫിലിംസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അയാൾ അവിടെ തന്നെയാണോ? അല്ല, ഇയാൾ ബോംബെ സ്റ്റുഡിയോയിൽ ഒരു ജോലി കിട്ടി, പുള്ളി അവിടെ ജോലി ചെയ്യുകയാണ്. മകൾ യശോധര ബാംഗ്ലൂരിൽ സൈക്കോളജി പഠിക്കുന്നു. എല്ലാവരോടും അന്വേഷണം പറയാം. യശോധര ഒരുപക്ഷെ ഈ സൈക്കോളജി പഠനം പൂർത്തിയാക്കിയ ശേഷം പഠിക്കാൻ എടുക്കുന്ന ആൾക്കാരിൽ ഒരു വ്യക്തി താങ്കളായിരിക്കും ആദ്യം. പുള്ളിക്കാരി വീട്ടിൽ പുറത്ത് പോകാനുള്ള ആവശ്യമില്ല, ഞങ്ങളോട് മാത്രം പഠിച്ചാലും മതി. വളരെ നന്ദി ഇങ്ങനെ ഒരു സംഭാഷണത്തിന്. सिंह साहब दी